എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും നല്ല നമസ്കാരം. ഇന്ന് രണ്ട് വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. ഗ്രേറ്റ് കേരള പൊളിറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസിഫ് അലി, രമേശ് നാരായണൻ വിഷയം കൊണ്ട് നമ്മൾ മറന്നുപോയ മറ്റൊരു വിഷയമുണ്ട്. അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ആസിഫ് അലിയുടെ രാഷ്ട്രീയവും രമേശ് നാരായണൻ്റെ രാഷ്ട്രീയവുമെല്ലാം കേരളത്തിലെ എല്ലാ പ്രബുദ്ധ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ആ വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഒരേ രാഷ്ട്രീയ സ്വഭാവമുള്ള രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിന് കേരളത്തിൽ ഒരിക്കലും ഒരു പ്രസക്തി ഇല്ലാത്തൊരു വിഷയമാണ്. മാധ്യമങ്ങൾക്ക് പുതിയ വാർത്ത കിട്ടുമ്പോൾ പഴയ വാർത്തകൾ ചവർക്കൂന പോലെ നിറയുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. പുതിയ വാർത്തകൾ തേടിപ്പോകുമ്പോൾ പഴയ വാർത്തകളെ മാധ്യമങ്ങളും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാപ്രകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല, രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തിൽ കേരളത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും രമേശ് നാരായണൻ മൊമൻറ്റോ വാങ്ങാൻ അല്ലെങ്കിൽ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായില്ല, ജയരാജിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. രമേശ് നാരായണൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് എന്ന് മുമ്പും രമേശ് നാരായണൻ തെളിയിച്ചിട്ടുള്ളതാണ്. സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ മലയാളത്തിലെ സകലമാന നടീനടന്മാരെയും നമുക്കെല്ലാം അറിയാവുന്നതാണ്. പ്രശസ്തരായ നടന്മാരുടെ മക്കൾ സഹിതം അതിലുണ്ട്, പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ആ വിഷയത്തിനെ കുറിച്ച് അറിയാവുന്നതാണ്. രമേശ് നാരായണൻ ആസിഫ് അലി വിഷയം കൊണ്ട് കേരളത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയം നിങ്ങളെല്ലാവരും മറന്നുപോയിരിക്കാനാണ് സാധ്യത. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ കരാർ ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം ഇപ്പോൾ എല്ലാവരും ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെയിൽവേ ആണ് ജോയിയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ പലതവണ നമ്മൾ കണ്ടതാണ്. ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടത് പ്രതിനിധികളായ മുൻ മേയറും MLA-യുമായ VK പ്രശാന്ത്, ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ചാനലുകളിലെത്തിയിരിക്കുന്ന ചില കൗൺസിലർമാർ, ഇവരെല്ലാം പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള തെറ്റാണ്. തിരുവനന്തപുരത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നുണ്ടോ ഇവർ എന്നുള്ള സംശയം മാത്രമേ ദ ഗ്രേറ്റ് കേരള പൊളിറ്റിക്സിനുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, 13 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ആമയിഴഞ്ചാൻ തോട് ഏകദേശം 180 മീറ്റർ മാത്രം വരുന്ന ഭാഗത്ത് മാത്രമാണ് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി ഇതിൻ്റെ? റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്ന, അടിയിലൂടെ പോകുന്ന എല്ലാ മാലിന്യങ്ങൾക്കും റെയിൽവേ ആണോ ഉത്തരവാദി? ഒരിക്കലുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ റെയിൽവേയുടെ ഭാഗത്ത് അങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ 13 കിലോമീറ്റർ വരുന്ന ഈ പറഞ്ഞ ആമയിഴഞ്ചൻ തോടിൽ മാലിന്യങ്ങൾ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനിൽ വർഷങ്ങളായിട്ട് തന്നെ മാലിന്യം ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാലിന്യമാണ് കൂടുതലായും ഈ തോടിലൂടെ ഒഴുകുന്നത്. ഇതെല്ലാം നമുക്കറിവുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മേയർക്കോ മുൻ മേയർക്കോ ഒന്നും കൈകഴുകി പോകാനാവില്ല എന്നുള്ള ഒരു സത്യവും കൂടെയുണ്ട്. കാരണം മുൻ മേയറും ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA-യുമായ VK പ്രശാന്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കാണാനിടയായി. ഫേസ്ബുക്ക് പോസ്റ്റിൽ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല നദികളും ശുചീകരിക്കുന്നതായിട്ടുള്ള ഫോട്ടോയും, പഴയ ഫോട്ടോ, പുതിയ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് VK പ്രശാന്ത് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. ട്രോളന്മാർ അതെടുത്ത് ആഘോഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ മഴക്കാലം എത്തുന്നതിന് മുമ്പേ ഓടകൾ ശുചീകരിക്കണം. അതുപോലെ തന്നെ ഈ ചവറുകൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കോർപ്പറേഷന് വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നതാണ്. കോർപ്പറേഷൻ അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല. കാറും ബസ്സുമായി ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എടുത്ത ജാഗ്രത പോലും ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ്റെ പക്വത കുറവായിരിക്കാം. അത് പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സംശയം 180 മീറ്ററോളം വരുന്ന തോടിൻ്റെ ഭാഗം റെയിൽവേയുടെ കയ്യിലാണെങ്കിൽ, ഇത്രയധികം മാലിന്യങ്ങൾ വരുന്നതെല്ലാം റെയിൽവേയിലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ നടപടി റെയിൽവേക്കെതിരെ എടുത്തുകൂടാ? അതിൻ്റെ അതോറിറ്റിയുണ്ട്, അവർക്ക് നിങ്ങൾക്ക് പരാതി നൽകാം. അതിൻ്റെ മേളിലൊരു സർക്കാരുണ്ട്. റെയിൽവേയുടെ ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ നിങ്ങൾക്ക് പോവാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ തന്നെ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്ന മലിനജലവും അല്ലെങ്കിൽ ചവർക്കൂനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തിടപെട്ടു എന്നുള്ളതും കൂടെ ബഹുമാനപ്പെട്ട മേയർ ഇവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്.
മേയർക്ക് വേണമെങ്കിൽ തൻ്റെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന റെയിൽവേക്കടിയിലുള്ള പറയുന്ന ടണലോ അല്ലെങ്കിൽ തുരങ്കമോ എന്തോ ആയിക്കോട്ടെ കൂടെ പോകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തിരുവനന്തപുരത്തെ ബഹുമാനപ്പെട്ട മേയർക്കും സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കും ഇറിഗേഷൻ വകുപ്പിനുമൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു മേയർ വിചാരിച്ചാൽ സുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സാധിക്കാമെന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഒരു മേയർ വിചാരിച്ചാൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ഒരു കണ്ണീര് ഒരു ജീവൻ്റെ വിലയാകില്ല എന്നുള്ള സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ജോയ് വിഷയം, രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തിൽ മുങ്ങി, അതുകൊണ്ട് ഇനി ചർച്ചകളൊന്നും കാണില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് ആസിഫ് അലി രമേശ് നാരായണൻ വിഷയമായിരിക്കും ചാനലുകളിൽ എന്നാണ് തോന്നുന്നത്. ഇനി മറ്റൊരു തൊഴിലാളിക്കും, അത് റെയിൽവേയുടെ കരാർ ജീവനക്കാരനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ജീവനക്കാരനോ ആരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് ഒരു ജീവഹാനി സംഭവിക്കാതിരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും സംസ്ഥാന സർക്കാരും ഇറിഗേഷൻ വകുപ്പും എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥന.